ഫ്രണ്ട്സ്, ESP സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി ബോഡിയിൽ നിന്ന് എങ്ങനെ അളവെടുക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അളവെടുക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ നെക്ക് വിട്ടാണ് എടുക്കുന്നത്. അത് ഇവിടെ നിന്ന് ഈ ഷോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ഭാഗത്തുനിന്ന് മറു സൈഡ് മറ്റേ ഭാഗം വരെ എടുക്കുമ്പോൾ മറു സൈഡ് വരെ എടുക്കുമ്പോൾ എനിക്കിപ്പോൾ 5 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 5 ആണ് എനിക്ക് കിട്ടിയത്, അത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഷോൾഡർ എടുക്കുമ്പോൾ എപ്പോഴും പുറകു സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. ഈ ഷോൾഡർ ഈ ജോയിൻറ്റിൽ നിന്ന് മറ്റേ ഷോൾഡർ മറു സൈഡ് ജോയിൻ വരെ എനിക്ക് 12 കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെ 12 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്യുക. ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്നതിലും വ്യത്യാസമാണ് ഈ ഷോൾഡർ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. അടുത്ത് ബാക്ക് നെക്ക്, അത് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ നെക്ക് വിട്ടെടുത്തല്ലോ, ആ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ട്, ഇപ്പോൾ താഴോട്ട് എത്രയാണോ വേണ്ട അത്രയും. ഇതിലിപ്പം 3 മിനിമമാണ്. 4 വരെ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ കണക്കിന് എത്രയാണോ. ഇത് കുട്ടികളുടെ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വലിയവർക്കാണെങ്കിൽ 5, 6 അങ്ങോട്ട് പോകും, 5ന് മുകളിലോട്ട് അങ്ങോട്ട് പോകും. ഇതിപ്പോൾ എനിക്ക് 3 മതി. 3 മാർക്ക് ചെയ്യാം. അടുത്ത് ഫ്രണ്ട് നെക്ക് ലെങ്ത് നോക്കാം. അതും ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ, ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് എത്രയാണോ ആവശ്യം താഴോട്ട്, നിങ്ങൾക്ക് എത്രയാണോ ഇങ്ങനെ വയ്ക്കുമ്പോൾ എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യാം. എനിക്കിതിപ്പോൾ 3.7 മതിയാവുന്നുണ്ട്. കണ്ടല്ലോ, 3.7. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇതിനെ ഈ ടൈപ്പിനെ ഇങ്ങനെ തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് അളവ് കിട്ടുന്നുണ്ട്. 3.7 തന്നെ വരുന്നുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തുള്ള കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ താഴ്ത്തി ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് 3.7 അതും മാർക്ക് ചെയ്യാം. അടുത്ത് ആം ഹോളാണ്. ആം ഹോൾ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കുറച്ച് ഉയർത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ വെച്ച് പിടിക്കുക. അത് വലിച്ച് ഇറുക്കി പിടിക്കേണ്ട ആവശ്യമില്ല, ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ട. കുറച്ച് ലൂസ് ഇട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഇറുക്കമില്ലാത്ത രീതിക്ക് ഇത്രയും ലൂസ് ഇട്ട് പിടിച്ചാൽ മതി. ഇപ്പോൾ 11.5 11.5 ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ചെസ്റ്റ് അളവാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് അളവിന് 2 കൈയും കുറച്ചിങ്ങനെ ഉയർത്തി പിടിച്ചതിന് ശേഷം ഈ ഭാഗത്ത് ചെസ്റ്റിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവരിക. അതും ടൈറ്റായിട്ട് ഇങ്ങനെ ഇറുക്കി പിടിക്കേണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ലൂസ് ഇട്ട് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വട്ടം ചുറ്റണം. ആ കണക്കിന് എടുക്കണം. ഇതിപ്പോൾ എനിക്ക് 23 കണ്ടല്ലോ, 23. ഇത്രയും ലൂസ് ഇട്ട് എടുത്താൽ മതി. 23 മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ സ്ലിം എന്ന് എഴുതിയിട്ടുള്ള ഇതിൻ്റെ അരഭാഗത്തിൻ്റെയും ജസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള ഷേപ്പാണ്. അതും നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് നിർത്തിയതിന് ശേഷം തന്നെ എടുക്കുക. എനിക്കിതിപ്പോൾ 21 കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ വെച്ച് അതും ഇതുപോലെ വട്ടം ചുറ്റിക്കുക. 21 കിട്ടിയിട്ടുള്ളത്. അതും മാർക്ക് ചെയ്യാം. അടുത്ത് ഹിപ്പിൻ്റെ ഭാഗം, അതായത് സ്ലിറ്റ് അടിക്കേണ്ട ഈ ഭാഗത്ത് അത് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഭാഗം എനിക്ക് 26 കിട്ടിയിട്ടുണ്ട്. 26 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് അതും ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ ലൂസായിരിക്കണം. 26 അതും മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് സ്ലിറ്റ് ഓപ്പൺ വരുന്ന ആ ഒരളവാണ്. അതിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ആം ഹോളിൻ്റെ ഈ ഭാഗത്തുനിന്ന് താഴെ ഓപ്പൺ ഇവിടം വരെയാണോ ആവശ്യം, ഈ ഭാഗത്തുനിന്ന് ഇവിടം വരെയുള്ള ഇതെനിക്കിപ്പോൾ 11 മതി. വലിയ വർക്കാണെങ്കിൽ 13 വരെ ഉപയോഗിക്കും. 13, 14 വരെ. 11
ഇപ്പം ഈ അളവിൽ ഈ 11 മതി. അങ്ങനെ താഴോട്ട് വലിയ അളവൊക്കെ ആണെങ്കിൽ 13. നിങ്ങൾക്ക് എത്രയാണോ ഇതുപോലെ വയ്ക്കുമ്പോൾ ഹിപ്പിൻ്റെ ഭാഗം എവിടെയാണോ വരുന്നത് അവിടം വരെ. അത് ഇപ്പം എനിക്ക് 11 ആ അളവ് ഞാൻ മാർക്ക് ചെയ്യാണ്. അടുത്ത് സ്ലീവ് ലെങ്താണ് ആവശ്യം. സ്ലീവ് ലെങ്ത് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ നമ്മളിപ്പോൾ ഈ ബാക്ക് ഷോൾഡർ അളന്നതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഈ ജോയിൻ്റ് ഭാഗത്തുനിന്ന് എത്രയാണോ ലെങ്ത് ആവശ്യം, കുഞ്ഞ് കൈയൊക്കെ ആണെങ്കിൽ 3, 3.5, നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അത് മാർക്ക് ചെയ്യുക. 2.5 ആവശ്യം, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് സ്ലീവ് വിട്ട് ഇപ്പം എനിക്കിപ്പോൾ 2.5 ആവശ്യം, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2.5 എവിടെയാണോ മാർക്ക് ചെയ്ത് ആ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വിട്ട് സ്ലീവ് വണ്ണം കൈ വണ്ണം അളക്കാം. അതെന്താ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ട, എങ്കിൽ ഇടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊന്ന് ലൂസാക്കി ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇത് 7.5 ആണ്, 7.5 കിട്ടിയിട്ടുള്ളത്. അതും മാർക്ക് ചെയ്യാം. ടോട്ടൽ ലെങ്താണ് എടുക്കേണ്ടത്. അത് ബാക്ക് തിരിച്ച് നിർത്തിയിട്ടാണ് എടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗത്തുനിന്ന് ആരും എടുക്കരുത്, അപ്പോൾ കറക്റ്റായിട്ട് വരില്ല. ലെങ്ത് കൂടിപ്പോവും ഫ്രണ്ട് ഭാഗത്തുനിന്ന് എടുത്ത്. എപ്പോഴെടുത്താലും ഇതുപോലെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് 31 മതി. ഇതുവരെ എത്രയാണോ ലെങ്ത് ആവശ്യം ഇങ്ങനെ ഷോൾഡറിൻ്റെ ശ്രദ്ധിക്കുക. ഈ ഷോൾഡറിൻ്റെ ഈ നെക്കിൻ്റെയും ഈ ഷോൾഡറിൻ്റെയും നെക്ക് വിട്ടെടുത്ത ഇതിൻ്റെ നെക്ക് വിട്ടിൻ്റെ ഇപ്പുറത്തുനിന്നും ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്നും ഈ നെക്ക് വിട്ട് നമുക്ക് ഇത്രയാണ് കഴിഞ്ഞു പോയത്. ഈ ഭാഗത്തിന് ശേഷമുള്ളതും ഈ ഷോൾഡറിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഭാഗത്തുനിന്നാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് എടുക്കരുത്. ഇത്രയും ഷോൾഡറിൽ ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഷേപ്പിനനുസരിച്ച് പിടിക്കാൻ വേണ്ട. ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് ഒന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇട്ടാൽ മതി. അപ്പം എത്രയാണോ കിട്ടുന്നത്. ഇപ്പം എനിക്കിതിപ്പോൾ 31 ഞാനത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിലുള്ള അളവെടുക്കേണ്ടത്. 31 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അലവൻസ് എത്രയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്കിനി തയ്യൽ തുമ്പ് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. നെക്ക് വിട്ട് എനിക്കിവിടെ 5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 2.5 അപ്പോൾ എല്ലാത്തിനും നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യണം. പക്ഷേ ഇതിൽ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഈ 2.5 മൈനസ് ചെയ്ത് 0.5 മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് 2 ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ 5 കിട്ടുന്നവർ 2 എടുക്കേണ്ടത്. 3 കിട്ടുന്നവർ 2.5. അതായത് 5ന് 2 കിട്ടുന്ന എത്രയാണോ അളവ് കിട്ടുന്നത് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനോടുകൂടെ 0.5 മൈനസ് ചെയ്യുക. ഷോൾഡർ ഇപ്പോൾ 12 കിട്ടുന്നത്. 12നെ ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് എടുക്കുക. ഷോൾഡർ 12 കിട്ടുന്നത്, അതിനെ ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് എടുക്കുക. അപ്പോൾ 6 കിട്ടുന്നത്. അത് വെച്ചാണ് തയ്ക്കേണ്ടത്. ഞാനിവിടെ പിക്ചറിൽ വരച്ച് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമുക്കിപ്പം ചുരിദാർ എപ്പോഴും ക്ലോത്ത് ഇങ്ങനെയാണ് മടക്കിയാണ് ഇടേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്ന ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് 6 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 6 ഇങ്ങനെ മാർക്ക് ചെയ്യുക. ശേഷം നമുക്ക് എത്രയാണ് നെക്ക് വിട്ട്, ഇപ്പോൾ എനിക്കിവിടെ 2 എടുക്കേണ്ടത്. ആ 2 ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഷോൾഡർ ഇവിടുത്തെ ഷോൾഡറുമായി, അതായത് ഈ ഭാഗം തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്ന ഈ ഷോൾഡർ ഈ ഭാഗം ഇവിടെ നിന്നുള്ളതുമായി ഈ നെക്ക് വിട്ട് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവ്, ഇവിടം വരെയുള്ള ഇവിടത്തതുമായി ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതുമായിട്ടുണ്ട്. അപ്പോൾ നെക്ക് വിട്ട് 2 ആയിട്ടുണ്ട്. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 2. ഇവിടെ ടോട്ടലാണ് 6, ഷോൾഡറാണ് 6. അത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 12 എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഇവിടെ 6 വന്നത്. നിങ്ങൾക്ക് 18, 16 കിട്ടുന്നതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ എവിടെയാണോ 6 മാർക്ക് ചെയ്ത്, അതായത് ഷോൾഡർ മാർക്ക് ചെയ്തത്, അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു 5 മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പാർട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പാർട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് 32 കിട്ടിയിട്ടുള്ളതെങ്കിൽ 32 ചെസ്റ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് 4ആയിട്ട് എടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 8. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ ചെസ്റ്റ്
8 മാർക്ക് ചെയ്യുക. കണ്ടല്ലോ, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 23 ഞാൻ നിങ്ങൾക്ക് 32 ഈ അളവ് വെച്ച് പറഞ്ഞുതരാം. 32 കിട്ടുന്നതെങ്കിൽ അതിനെ 8 മാർക്ക് ചെയ്യുക. 4 ഭാഗിക എന്നിട്ട് 8 ഇവിടെ മാർക്ക് ചെയ്യുക. കിട്ടുന്ന ആൻസർ ഇവിടെ 8 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് മുകളിലോട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് ടേപ്പ് കൊണ്ട് ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ 1 ഇഞ്ച് വെച്ചിട്ട് ടേപ്പ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 5 നമ്മൾ മാർക്ക് ചെയ്തെങ്കിൽ 5.5 ഇങ്ങനെ ഇങ്ങനെ 5 മാർക്ക് ചെയ്തെങ്കിൽ ഇവിടെ നിന്ന് 2.5 മാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്രയാണോ നിങ്ങൾ ഈ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. 6 ആണെങ്കിൽ 3, 5 ആണെങ്കിൽ 2.5. അവിടെ നിന്ന് ഇങ്ങനെ കർവ് ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നിങ്ങനെ ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇത്രയും ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കിട്ടുന്നത് ആം ഹോൾ നിങ്ങൾക്കിപ്പോൾ 32, നിങ്ങൾക്കിപ്പോൾ ആം ഹോൾ 15 കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 7.5 ഈ 7.5 ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഈ 7.5 കിട്ടുന്നോന്ന് നോക്കണം. അതാണ് ലെങ്ത്. ഈ 7.5 കിട്ടിയിട്ടില്ല എങ്കിൽ ഇവിടെ 7 കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് കൂടെ താഴ്ത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1/2 ഇഞ്ച് കൂടെ താഴ്ത്തി കൊടുത്തിട്ട് ഇതേ മെത്തേഡ് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് 7.5 കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ആം ഹോൾ ലെങ്ത് 5.5 ആയിരിക്കും. നിങ്ങൾക്ക് ആദ്യത്തെ മാർക്കിങ്ങിൽ 5 ചെയ്തപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ആം ഹോളിൻ്റെ ലെങ്ത്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ച് ഇറങ്ങി കണ്ടാൽ മതി, അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ആം ഹോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക, 1 ഇഞ്ച് ഇങ്ങനെ വരയ്ക്കുക, 1 ഇഞ്ച് മുകളിലോട്ടൊന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുക, അതിനെ കർവായിട്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, നമുക്കടുത്ത് ഈ നെക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നെക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ്, നമുക്കിവിടെ ലെങ്താണ് ഫ്രണ്ട് നെക്ക് ലെങ്ത് 3.7 നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത്, ഇപ്പോൾ 5 കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇവിടെ നിന്ന് 5 കറക്റ്റ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് തന്നെ മാർക്ക് ചെയ്തത്. കാരണം നമ്മളിവിടെ ഷോൾഡറിന് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഇവിടെ ഇങ്ങനെ 5 കിട്ടിയിട്ടുണ്ടെങ്കിൽ 5, 7, 6 ആണെങ്കിൽ 6, എത്രയാണോ കിട്ടിയത് ഈ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ വിഡ്ത്ത് 2 ഇവിടെ എടുത്ത് അതേ വിഡ്ത്ത് തന്നെ ഇവിടെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇവിടെ വേണ്ടത് അതിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ യു ഷേപ്പാണ് കാണിച്ചു തരുന്നത്. തുടക്കക്കാർക്ക് അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ളത്. യു ഷേപ്പ് ഇതാ മാർക്ക് ചെയ്തു. അടുത്ത ബാക്ക് പീസിൽ വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചിട്ടല്ല നമുക്ക് വെട്ടുന്നത്. അത് കട്ടിങ് വീഡിയോയിൽ പറഞ്ഞു തരാം. ഇങ്ങനെ ബാക്ക് പീസിൽ നിങ്ങൾക്കിപ്പം തിയറി ആയിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ബാക്ക് പീസ് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 ഇഞ്ച് കൂടുതലാണെങ്കിൽ ആ ഇഞ്ച് ഫ്രണ്ട് നെക്കിനെക്കാട്ടിലും 1 കൂടുതലാണ് വേണ്ടെങ്കിൽ ബാക്ക് നെക്ക് ഇങ്ങനെ വരച്ചിട്ട് നെക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം അതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ലെങ്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്തും ബാക്ക് നെക്ക് ലെങ്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായുള്ളത്? ഇവിടെ ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്, ഇവിടെയാണ് നെക്ക് വിഡ്ത്താണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇത് ലെങ്ത്. അത് കഴിഞ്ഞ് നമുക്കിവിടെ 8 ചെസ്റ്റ് അളവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനോടുകൂടെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം. തുടക്കക്കാരാണെങ്കിൽ സാധാരണ നോർമലി 1.5 ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പം നന്നായിട്ട് ഷേപ്പിൽ വരും. തുടക്കക്കാരാണെങ്കിൽ 2, 2.5 ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ സാധാരണ 2, 2.5 വരെ ചെയ്യാറുണ്ട്. ചിലർ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരുപാട് തുണി അങ്ങോട്ട് ഇടണമെന്ന് പറയും. എന്ന് വെച്ചാൽ തയ്യൽ തുമ്പ് കൂടുതലായിട്ട് വേണം, വണ്ണം കൂടുകയാണെങ്കിൽ ഫുള്ള് അഴിച്ച് മാറ്റാനൊക്കെ ഇട്ടിരിക്കണമെന്ന് പറയും. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്താൽ മതി. അടുത്ത സ്ലിം എന്ന് പറഞ്ഞാൽ ഷേപ്പിൻ്റെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നിന്ന് ഈ നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഹിപ്പിൻ്റെ ഭാഗം നമുക്കിവിടെ സ്ലിറ്റ് എനിക്ക് 11 കിട്ടിയിട്ടുള്ളത്. സാധാരണ അത് ചെറിയ അളവിലെടുത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വലിയ അളവിലാണെങ്കിൽ ഒരു 13 മാർക്ക് ചെയ്യും. 13, 14 ആ അളവിൽ മാർക്ക് ചെയ്യും. അപ്പോൾ സ്ലിറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ആം ഹോൾ ആം ഹോൾ ലെങ്തിൽ നിന്ന് ഇവിടെ നിന്ന് താഴോട്ട് 13, ഈ ലെങ്തിൽ നിന്നാണ് താഴോട്ട് 13 മാർക്ക് ചെയ്യേണ്ടത്. അതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റിന് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തു, 4 ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്ലിമ്മിന് 21 കിട്ടിയിട്ടുള്ളത്, അതിനെ 4 ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസറാണ് ഇവിടെ എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് 32, ഇവിടെ ഒരു 30 കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ 30 കിട്ടുന്നതെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 7.5 ആയിരിക്കും. 7.5 കിട്ടുന്നത്. അത് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യേണ്ട 7.5. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യേണ്ട ചെസ്റ്റ് അളവാണ്. അതിന് 32നെ ഡിവൈഡ് ചെയ്തതാണ്. അവിടെ കിട്ടിയത് 8 അടുത്തത് ഇവിടെ കിട്ടുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കിട്ടുന്നതിനേക്കാളിലും അളവ് കൂടുതലായിരിക്കും ഈ ഹിപ്പ് ഭാഗം കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നതിനേക്കാളിലും കൂടുതൽ അളവായിരിക്കും. ഇങ്ങനെ കർവ് ഇങ്ങനെ കർവ് ഷേപ്പിൽ തന്നെ വരും. കണ്ടല്ലോ, ഇങ്ങനെ എപ്പോഴും കിട്ടുന്നത് ഈ ഭാഗത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അളവായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു 34 കിട്ടുന്നതെങ്കിൽ അതിനെ 4 ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെ 4 തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 8.5 ആ 8.5 ഇവിടെ മാർക്ക് ചെയ്യുക. 8.5 ദേ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 8.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അതിനോടുകൂടെ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് അലവൻസ്, അതായത് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ അടുത്ത ലെങ്താണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഈ നമ്മൾ ഷോൾഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴോട്ട് എത്ര. ഇപ്പം എനിക്കിപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത് ലെങ്ത് 31 കിട്ടിയിരിക്കുന്നത്. ഈ 31 നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴോട്ട് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അതിനോടുകൂടെ 2 ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ലെങ്ത് ഒരു 38 കിട്ടുന്നതെങ്കിൽ അതിനോടുകൂടെ 2 ലെങ്തിൻ്റെ കൂടെ എപ്പോഴും 2 തന്നെ ആഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോവേണ്ടതും താഴ്ഭാഗത്ത് 1.5 ഇഞ്ച് മടക്കി അടിക്കേണ്ടതും ആ ഒരു 2 ഇഞ്ച്. ഈ ഒരു 2 ഇഞ്ച് എത്രയാണോ കിട്ടുന്നത് 40 ആണെങ്കിൽ അതിനോടുകൂടെ 2 ഈ ഷേപ്പ് ഇങ്ങനെ അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെയും ഷേപ്പ് ഒന്ന് മാറ്റിയിട്ട് താഴെ ഇങ്ങനെ ഇവിടുത്തെ തയ്യൽ തുമ്പ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 2 ആവശ്യമെങ്കിൽ 2 ആഡ് ചെയ്താൽ മതി. എല്ലാ അളവും പിന്നെ സ്ലീവും എല്ലാ അളവും 2 ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും 2 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെസ്റ്റ് ഇപ്പോൾ 2 ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഷേപ്പും 2 ആയിരിക്കും. ഇവിടത്തതും 2 ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിലുള്ള അളവുകൾ തയ്യൽ തുമ്പ് ഇടേണ്ടത് എത്രയാണെന്നുള്ളതെല്ലാം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.